സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എം അബ്ദുൽ ഹക്കീമിന്റേതാണ് ഉത്തരവ്. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങൾ നൽകും. അനന്തൻ, ഏറെ കോളിളക്കങ്ങൾ, ഏറെ ചർച്ചയൊക്കെ ഉണ്ടായതാണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങളൊക്കെ നിരന്തരം ഉന്നയിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് എന്താണ്? അക്ഷയ, ഏറ്റവും നിർണായകമായ ഒരു ഉത്തരവാണ് ഇപ്പോൾ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീമിൻ്റെതായി പുറത്തു വന്നിരിക്കുന്നത്. അതായത് സിനിമാ മേഖലയിലെ വിശദമായ പഠനം നടത്തിയ ശേഷം തയ്യാറാക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ആ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ പുറത്തുവിടണം എന്നാണ് ഇപ്പോൾ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. RTA നിയമപ്രകാരം വിലക്കപ്പെട്ടവ ഒഴിച്ച് ഒരു വിവരവും മറച്ചുവെക്കരുതെന്നുള്ള നിർദ്ദേശം ഈ ഉത്തരവിലുണ്ട്. അത് മാത്രമല്ല, അത് പുറത്തുവിടുമ്പോൾ റിപ്പോർട്ടിന്മേൽ ഉള്ള വ്യക്തികളുടെ, അതായത് റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ട വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങളും വിശദാംശങ്ങളും പുറത്തു വരുന്നത് ഒഴിവാക്കണം. അതായത് അവരുടെ വിവരങ്ങൾ പുറത്തു വരില്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ട് വേണം ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ എന്നും ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായും നടപ്പാക്കി എന്ന് ഗവൺമെന്റ് സെക്രട്ടറി ഉറപ്പുവരുത്തണമെന്നും ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. ഏതായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സംബന്ധിച്ച് വളരെ നിർണായകമായൊരു വിധിയാണ് ഇപ്പോൾ സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. നിരവധി നാളുകളായിട്ടുള്ള ആവശ്യമാണ് പല മേഖലകളിൽ നിന്നുള്ള, സിനിമാ മേഖലയിൽ നിന്നും WCC അടക്കമുള്ള പ്രതിനിധികളുടെ ഭാഗത്തു നിന്നും മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഒക്കെയുള്ള ഒരു ആവശ്യമാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിടണമെന്നുള്ളത്. അത് പുറത്തുവിടാനാണ് ഇപ്പോൾ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. 2019 ഡിസംബർ 31 ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചത്. അതിനുശേഷം ഈ റിപ്പോർട്ടിലെ ഒരു വിശദാംശങ്ങളും പുറത്തു വന്നിരുന്നില്ല. ഈ റിപ്പോർട്ടിൽ എന്താണ് പരാതിയായി വന്നിരിക്കുന്നത്, എന്തൊക്കെ സിനിമാ മേഖലയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ഈ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഹേമ കമ്മിറ്റി മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നിവയടക്കം ഒരു വിവരങ്ങളും പുറത്തു വന്നിരുന്നില്ല. മാത്രമല്ല, നിയമസഭയിൽ പ്രതിപക്ഷം ഇത് പുറത്തുവിടാത്തത് ചോദ്യം ചെയ്തപ്പോൾ ഇത് കമ്മീഷനല്ല കമ്മിറ്റിയാണ്, കമ്മീഷൻ എൻക്വയറി ആക്ടിൻ്റെ പരിധിയിൽ ഇത് വരില്ല എന്നുള്ള മറുപടിയാണ് സർക്കാർ നൽകിയത്. അതിനൊപ്പം സർക്കാർ നൽകിയ മറ്റൊരു വിശദീകരണം, ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് രഹസ്യ സ്വഭാവമുണ്ട്, അതുകൊണ്ട് ഈ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകിയവരുടെ അടക്കം വിശദാംശങ്ങൾ പുറത്തു വരരുത് എന്നുള്ള നിഷ്കർഷയുണ്ട്. അതുകൊണ്ട് ആണ് ഇത് പുറത്ത് വിടാത്തത് എന്നുള്ളൊരു വിശദീകരണമായിരുന്നു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. എങ്കിലും പുറത്തു വിടാൻ കഴിയുന്ന വിവരങ്ങൾ, സിനിമാ മേഖലയിലെ പ്രതിസന്ധികൾ സംബന്ധിച്ച് എന്തൊക്കെയാണ് എന്നിവ പൊതുസമൂഹത്തിന് അറിയണം എന്നുള്ളൊരു നിലപാട് മാധ്യമപ്രവർത്തകരും ഒപ്പം തന്നെ സിനിമാ മേഖലയിലുള്ള WCC അടക്കമുള്ള സംഘടനകളും ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, ചലച്ചിത്ര മേഖലയിലെ ഒരു നടിക്ക് നേരിട്ട മോശം അനുഭവം, അതേ തുടർന്ന് സിനിമാ മേഖലയിൽ കൂടുതൽ പരാതികൾ വന്നു. അതിനുശേഷമാണ്, അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് സിനിമാ മേഖലയിലെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ, അല്ലെങ്കിൽ അതിലെന്താണ് പ്രശ്നങ്ങൾ എന്ന് പഠിക്കാൻ വേണ്ടി ഹേമ കമ്മിറ്റിയെ സർക്കാർ നിയോഗിച്ചത്. ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 2019 സമർപ്പിക്കപ്പെട്ടതാണ്. പക്ഷേ സാംസ്കാരിക വകുപ്പിൻ്റെ ഭാഗത്തു നിന്നോ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. മാത്രമല്ല, ആ റിപ്പോർട്ടിൽ എന്താണ് എന്നുള്ളത് ഇപ്പോഴും രഹസ്യ സ്വഭാവമായി നിലനിൽക്കുകയാണ്. ഒരുപക്ഷെ ഇനി ഈ സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ പുറത്തു നൽകാൻ കഴിയുന്ന വിവരങ്ങൾ പുറത്തു വന്നാൽ എന്തൊക്കെയാണ് സിനിമാ മേഖലയിലെ പ്രതിസന്ധി എന്നുള്ളത് അറിയാൻ കഴിയും. അനന്തൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ WCC ആണെങ്കിലും ഇത് ആവശ്യം ഉന്നയിച്ച് മുന്നോട്ട് വന്നിട്ടുള്ള ഒരുപാട് വനിതാ ആക്ടിവിസ്റ്റുകളാണെങ്കിലും മറ്റ് ആളുകളൊക്കെ ആണെങ്കിലും മാധ്യമപ്രവർത്തകരൊക്കെ ആണെങ്കിലും ആവശ്യപ്പെട്ടത് എന്തുകൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തു വിടുന്നില്ല എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഈ പറഞ്ഞൊരു കാര്യം, ഈ അതിജീവിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈ പീഡനങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടിട്ടുള്ള ആളുകളുടെ വിവരങ്ങൾ അത് പുറത്തേക്ക് വരും എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടായിരുന്നു ആ സമയത്തൊക്കെ സർക്കാർ പ്രതിനിധികളെല്ലാം ഈ വിഷയത്തിൽ നിന്ന് തലയൂരി പോകുന്നത്. ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വിടുമ്പോൾ അത്തരത്തിൽ തന്നെയായിരിക്കും, അതായത് അത്തരത്തിലുള്ള ആ പേരുകൾ അത് പൂർണ്ണമായി മാറ്റിവെച്ചുകൊണ്ട് തന്നെ എന്താണ് പ്രശ്നം അത് അറിയുന്ന തരത്തിലേക്കായിരിക്കുമോ ഈ റിപ്പോർട്ട് പുറത്തുവിടുക? എന്താണ് വിവരാവകാശ കമ്മീഷൻ പറയുന്നത്? ഈ സ്വീകരിച്ച നിലപാടിനോടുള്ള കമ്മീഷന്റെ ഒരു നയം അല്ലെങ്കിൽ കമ്മീഷൻ സ്വീകരിക്കുന്ന ഒരു നിലപാട് എന്താണ്? നമ്മുടെ മലയാള സിനിമാ മേഖലകളിൽ വലിയ പ്രതിസന്ധി ഉണ്ട് എന്നുള്ള ആരോപണം ഈ നടി ആക്രമിക്കപ്പെട്ട കേസിന് പിന്നാലെ വന്നിരുന്നു. പ്രത്യേകിച്ച് ഈ ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന വനിതകൾ, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, ഒരു ഷൂട്ടിംഗ് സെറ്റിൽ അവർ ഏതൊക്കെ രീതിയിൽ ലൈംഗികമായി അടക്കം അവരുടെ പ്രാഥമിക സൗകര്യം അടക്കം ഉള്ള പ്രശ്നങ്ങൾ സംബന്ധിച്ചുള്ള വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയാണ് WCCയുടെ അപേക്ഷ കൂടി പരിഗണിച്ചുകൊണ്ട് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഈ ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത്.
നടി ശാരദ അടക്കമുള്ളവരാണ് ഈ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. ഇതിൽ നിരവധി ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന വനിതകൾ കമ്മിറ്റിക്ക് മുൻപാകെ വരികയും മൊഴി നൽകുകയും ചെയ്തിരുന്നു. അതിൽ ഈ കമ്മിറ്റി റിപ്പോർട്ട് വിടാത്തതിൻ്റെ കാരണം ഈ മൊഴി നൽകിയ പലരുടെയും, അതായത് ഈ മൊഴികളിൽ പല രീതിയിലുള്ള ആരോപണങ്ങളും പല രീതിയിലുള്ള പരാതികളുമുണ്ട്. സ്വകാര്യത പുറത്തു വന്നാൽ പ്രശ്നമുള്ള രീതിയിലുള്ള മൊഴികളുണ്ട്. അപ്പോൾ അത്തരം ആൾക്കാരുടെ സ്വകാര്യത സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത കൂടിയായിരുന്നു ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാത്തത് എന്നായിരുന്നു സർക്കാർ നൽകിയിരുന്ന വിശദീകരണം. പക്ഷേ അതിനെതിരെ ഉയർന്നിരുന്ന മറു ആരോപണം ഒരുപാട് വിഗ്രഹങ്ങൾ ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നാൽ ഉടഞ്ഞു പോകും, അതുകൊണ്ട് അത്തരക്കാരെ സംരക്ഷിക്കുക, അതിനുവേണ്ടിയുള്ള ചില സ്വാധീനം അതിൻ്റെ സർക്കാരിൻ്റെ മേലിലുണ്ട് എന്നുള്ള ആരോപണങ്ങളും ഉയർന്നിരുന്നു. പക്ഷേ അപ്പോഴും WCC അടക്കമുള്ളവർ പറഞ്ഞിരുന്നത് ഈ പ്രധാനപ്പെട്ട മൊഴികൾ അല്ലെങ്കിൽ സ്വകാര്യത സംരക്ഷിക്കപ്പെടേണ്ട മൊഴികളോ അല്ലെങ്കിൽ വിശദാംശങ്ങളോ അത് സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധികൾ എന്തൊക്കെയാണ് എന്ന് പൊതുസമൂഹത്തിന് അറിയണം, അതിന് പരിഹാരം വേണം. അപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് പൊതുസമൂഹത്തിന് മുന്നിൽ വരണം എന്നുള്ള നിലപാടാണ് എടുത്തത്. ഇനിയിപ്പോൾ അത് പുറത്തു വരുമ്പോൾ എന്തൊക്കെയാണ് ഈ ഓരോ സിനിമാ സെറ്റുകളിലും സംഭവിക്കുന്നത്, ഓരോ ചലച്ചിത്ര മേഖലയിലെ വനിതാ പ്രവർത്തകർക്ക് എന്തൊക്കെയാണ് അവരുടെ പ്രതിസന്ധികൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് അറിയാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഈ വിവരാവകാശ കമ്മീഷനോട് ഇത് സംബന്ധിച്ച് ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണം എന്നുള്ളൊരു ആവശ്യം മാധ്യമപ്രവർത്തകരും സിനിമാ മേഖലയിലുള്ള വനിതാ പ്രവർത്തകരും അടക്കം ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അതിന് ഉള്ള ഒരു അല്ലെങ്കിൽ അതിലേക്ക് വാതിൽ തുറക്കുന്ന ഒരു ഉത്തരവാണ് ഇപ്പോൾ സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ പുറത്തുവിടണം, സംരക്ഷിക്കപ്പെടേണ്ട സ്വകാര്യത അടക്കം സംരക്ഷിക്കപ്പെടേണ്ട വിവരങ്ങൾ മറച്ചുവെക്കണം, ഈ ഉത്തരവ് നടപ്പാക്കി എന്ന് ഈ വകുപ്പ് സെക്രട്ടറി ഉറപ്പ് നൽകണം എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഉത്തരവാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അക്ഷയ, ഏറ്റവും നിർണായകമായിട്ടുള്ള ഏറെ പ്രാധാന്യമുള്ള ഒരു നിർണായക ഉത്തരവാണ് ഇപ്പോൾ വിവരാവകാശ കമ്മീഷന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. നിരന്തരമായിട്ട് ആവശ്യം ഉന്നയിച്ചതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പലരും. ഈ മേഖലയിലുള്ള സിനിമാ മേഖലയിലുള്ള സ്ത്രീകൾ തന്നെ എന്തിനിങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചു, പിന്നീട് റിപ്പോർട്ട് പുറത്തുവിടാത്ത തരത്തിലുള്ള നയം സർക്കാർ സ്വീകരിക്കുകയാണെങ്കിൽ എന്ന് സർക്കാർ അതിജീവിതയ്ക്കൊപ്പം അതിജീവിക്കുന്ന ആളുകൾക്കൊപ്പം എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും എന്തുകൊണ്ട് അത്തരത്തിലൊരു നടപടി സ്വീകരിക്കുന്നു എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഏറെ ഉണ്ടായിരുന്നു. അവിടെയാണ് ഇപ്പോൾ വിവരാവകാശ കമ്മീഷന്റെ ഒരു ഇടപെടൽ ഉണ്ടാവുകയും ഉത്തരവ് വരികയും ചെയ്യുന്നത്.